മൈ ഡിയർ ഫാമിലി. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റഡി വ്ളോഗാണ്. ഞങ്ങളുടെ മിഡ് ടേം എക്സാം കഴിഞ്ഞു. ഞാനിപ്പോൾ +1 ആണ് പഠിക്കുന്നത്, +1 കമ്പ്യൂട്ടർ സയൻസ്. സോ മിഡ് ടേം എക്സാം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഠിപ്പ് ഏത് വഴിക്കാണ് പോകുന്നതെന്ന് എനിക്ക് ക്ലിയറായിട്ടൊരു സാധനം കിട്ടി. കാരണം എക്സാം വളരെ രസകരമായിരുന്നു. അത്രയും നന്നായി ഞാൻ എഴുതി വെച്ചതുകൊണ്ട് ടീച്ചേഴ്സൊക്കെ ഇമ്പ്രസ്ഡ് ആണ്. എനിക്ക് വയ്യ, സ്റ്റാഫ് റൂമിൽ നിന്ന് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇതിലും വളരെ നല്ല രീതിയിൽ ഞാൻ ഓക്കെ. അപ്പോൾ നമുക്ക് ഇപ്പോഴേ തുടങ്ങാം. ഓൾറെഡി കലോത്സവം ഞാൻ ഡ്രാമ പ്രാക്ടീസിനുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതൊക്കെ ആയിട്ട് പ്രാക്ടീസൊക്കെ ആയിട്ട് കുറേ ക്ലാസ് പോയി. എനിക്കൊരു വക ഗ്രാവിറ്റേഷൻ, ട്രിഗണോമെട്രി ഞങ്ങൾ ലൈറ്റായിട്ടാണ് എടുത്തത്. മീൻസ് ഫസ്റ്റ് ടേമിൽ എടുത്തില്ല, ഇപ്പോഴാണ് എടുക്കുന്നത്. അപ്പോൾ ട്രിഗണോമെട്രി, പിന്നെ തെർമോഡൈനാമിക്സ്, പിന്നെ ഏതാ പോയത്, പിന്നെ അങ്ങനെ കുറച്ച് പോയതൊക്കെ മെയിൻ ചാപ്റ്റേഴ്സാണ്. എനിക്ക് ഗ്രാവിറ്റേഷനൊക്കെ ഫുൾ ഡെറിവേഷനാണ്. എനിക്ക് സംഭവം അത് മനസ്സിലാവണല്ല. പോയി ചോദിക്കാൻ എനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഞാൻ ടീച്ചേഴ്സിനൊന്നും പോയി ചോദിച്ചിട്ടില്ല. അപ്പോൾ സെൽഫായിട്ട് വല്ല ക്ലാസ്സും കണ്ടൊക്കെ പഠിക്കണം. അപ്പം നമുക്ക് തുടങ്ങാം ഗൈസ്. ഇന്ന് ശനി ഞായറാണ്. ഇത് 23-ാം തീയതി, നവംബർ 23-ാം തീയതി, ഡിസംബർ 9-ാം തീയതി എനിക്ക് ക്രിസ്മസ് ദിവസം. എന്താക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും ആക്കിയേ പറ്റുമോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അടിച്ചോടിക്കും. കാരണം കുഞ്ഞിഞ്ഞടുക്കുപ്പ് പോലും എടുക്കുന്നില്ല. ഒരു പണിയും ചെയ്ത് പഠിക്കാതിരുന്നാൽ അമ്മ എന്നെ വെട്ടിക്കൊല്ലും. സോ വി ക്യാൻ സ്റ്റഡി വീഡിയോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പോകാം. ഞാനൊരു ടു ഡു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം ഗൈസ്. ഇതെൻ്റെ വൃത്തികെട്ട ചുമരാണ്, ബട്ട് ഇതാണ് എൻ്റെ ടു ഡു ലിസ്റ്റ്. പേർക്ക് ഓണം പരീക്ഷ ഇല്ലാത്തതിനാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ 1 തൊട്ട് 7 യൂണിറ്റ് പഠിക്കണം. ഫിസിക്സ് ആണെങ്കിൽ 1 തൊട്ട് 10 യൂണിറ്റൊക്കെ പഠിക്കണം. ഇംഗ്ലീഷ് തന്നെ 4 യൂണിറ്റ് ഉണ്ട്. മീൻസ് ഐസൽ 4 ചാപ്റ്റേഴ്സ്, ഫുൾ ചാപ്റ്റേഴ്സ്. ഒരു ചാപ്റ്ററിൽ 3-ഓ 4-ഓ ഉണ്ട്. മാത്സ് ഉണ്ട്, ഒരു 1 to 8 or 9 യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ മുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓണപ്പരീക്ഷ ഉള്ളതുകൊണ്ട് നമുക്ക് 1 തൊട്ട് 4 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ 4 തൊട്ടൊരു 8 വരെയൊക്കെ ഒരു 3 ചാപ്റ്റേഴ്സ് ക്രിസ്മസിനുള്ളൂ. അപ്പോൾ നമ്മൾ അത്രയും പോർഷൻസ് മെറ്റീരിയലിൽ നിന്ന് അത്രയും പോർഷൻസ് പഠിച്ചാൽ മതി. ഇതങ്ങനെയല്ല, നമ്മൾ ഫുള്ളായിട്ടും ഒരു ഇത് കൊടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒന്നേം തുടങ്ങാമെന്ന് വിചാരിക്കുന്ന അതിൻ്റെ ഇടയിലേക്ക് ഡ്രാമ വരുന്നുണ്ട്. മീൻസ് ഡിസംബർ 5-നൊക്കെ ആയിട്ട് ഞങ്ങളുടെ ജില്ലാ കലോത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് വരുമ്പോൾ എനിക്ക് പ്രാക്ടീസൊക്കെ വന്ന് എന്തായാലും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കണം, എന്ന രീതിയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാം. മോട്ടിവേഷൻ. പിന്നെ എനിക്കൊരു ചലഞ്ചൊക്കെ തുടങ്ങുന്നുണ്ട്, മീൻസ് 50 days ചലഞ്ചൊക്കെ ആയിട്ട്. പക്ഷേ ഞാൻ അങ്ങനെയൊന്നും പഠിക്കാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം കമൻറ്റ് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഹലോ ഗൈസ്, വാവ് സൂപ്പർ, എന്താ ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൈക്കൊക്കെ വെച്ച് പട്ടിഷോ കാണിക്കാനാണ് ഇരുന്നത്, പക്ഷെ മൈക്ക് എടുത്ത കാര്യം ഞാൻ മറന്നുപോയി. സോ ഇതാണ് എൻ്റെ പുതിയ മൈക്ക്. മാമൻ തന്നതാണ്, സ്വന്തമായിട്ട് വാങ്ങിച്ചതല്ല, വീട്ടുകാർ വാങ്ങിച്ചതല്ല. താങ്ക്സ്. നല്ല രസമുണ്ടല്ലേ? ഷോ കാണിക്കാൻ അടിപൊളിയാണ്, സൗണ്ട് ക്വാളിറ്റിയും അടിപൊളിയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. കുറച്ച് ASMR കേൾക്കാം. മൈക്കിൽ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മയ്യൻ്റെ ഡെസ്ക്. പിന്നെ ഗൈസ് ഞാൻ ബലൂൺ കാണിച്ചിരുന്നത്, ഞാൻ പിന്നെ കാണിച്ചാൽ ഇപ്പോൾ കാണിച്ചിരുന്ന ഡിസ്ട്രാക്ടറാവും. ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്ടർ ആവുന്നൊരു മുതലായതുകൊണ്ട് എൻ്റെ ടേബിളിൽ ഒന്നും ഇരിക്കാൻ പാടില്ല. സോ നമുക്ക് തുടങ്ങാം. സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മിഡ് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, എന്തൊക്കെ പറ്റില്ലാന്ന് തോന്നിയ ഗ്രാവിറ്റേഷൻ, ട്രിഗണോമെട്രി, തെർമോഡൈനാമിക്സ്, ഇത് 3 നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. ഇന്നിപ്പോൾ സമയം 6 മണി സംതിങ് കഴിഞ്ഞിട്ട് രാവിലെ ഫുള്ള് ഞാൻ ഉഴപ്പിക്കളഞ്ഞ് എനിക്കൊന്നും ചെയ്യേണ്ടായില്ല, വെറുതെ കിടന്നുറങ്ങി. ഓക്കെ, പരീക്ഷ കഴിഞ്ഞ എൻ്റെ കുഞ്ഞ് ടു ഡു ലിസ്റ്റ്. പരീക്ഷ കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ ആയിരുന്നു. സോ അപ്പോൾ നമുക്ക് ഇപ്പോഴെങ്കിലും തുടങ്ങാം. എനിക്ക് എന്തായാലും ഗ്രാവിറ്റേഷൻ എനിക്ക് ഫില്ല് ചെയ്യണം. തെർമോഡൈനാമിക്സ് കുറച്ച് എനിക്ക് അറിയാം. അപ്പോൾ അതൊന്നും കൂടി ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൾ ടു ബി സെറ്റ് ഐ തിങ്ക്. മിഡ് ടേം എക്സാമിന് ഏതൊക്കെ ഞാൻ പൊട്ടിയിട്ടില്ല, മാർക്ക് തരും വന്നിട്ടില്ല, പക്ഷെ എനിക്കറിയാമല്ലോ, ഞാനാണല്ലോ എഴുതിയത്. അപ്പോൾ അതെനിക്ക് ഏതൊക്കെ തോന്നുന്നോ അതൊക്കെ ഞാൻ ഒന്നുകൂടി എടുത്ത് പഠിക്കുന്നു. അപ്പോൾ പഠിച്ചില്ല, ഇപ്പോഴെങ്കിലും പഠിക്കണം.
infinity, we have to bring the mass to the point P, where r is the distance from the കുറച്ച് നമുക്ക് ബലൂൺ വാർപ്പിച്ച് കളിക്കാം. ഡിസ്ട്രാക്റ്റഡ് ആവുന്നില്ല, നമുക്ക് ഒരു ബലൂണൊക്കെ വീർപ്പിക്കാം. This is my Pinku. Hi. Pinku was so good. Okay, come on. Cavitation potential is the റൊമാൻറ്റിസൈസിങ് മൈ സ്റ്റഡീസ്. വല്ലാത്ത റൊമാൻസ് തന്നെ. റൊമാൻസ് ചെയ്തിട്ട് എനിക്ക് വയ്യ. സ്റ്റഡീസിനോട് തന്നെ. പിന്നെ ചെക്കനെ കിട്ടാത്തവർക്ക് പഠിത്തത്തെ പ്രേമിക്കാൻ നമുക്ക് ആർക്ക് വേണമെങ്കിൽ പ്രേമിക്കാമല്ലോ. നമ്മൾ എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? ഒരിക്കലും നമ്മൾ ബുക്കുകളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൊമാൻറ്റിസൈസ് ചെയ്യാൻ, പക്ഷേ എനിക്ക് ബുക്കിൻ്റെ മണം മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് ബുക്കിനെ മണക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ മണത്തുകൊണ്ട് കിടക്കും നല്ല ബുക്കുകൾ. ഞാൻ ഒരു സ്റ്റോറി വായിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ ഷെയർ ചെയ്താൽ ഞാൻ വല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകും. സോ നമുക്കിപ്പോൾ പഠിക്കാനുള്ളത് നോക്കാം. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം ഗൈസ്. എനിക്കൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്, റോസസ് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ മണം ഭയങ്കര രസമാണ്. മീൻസ് പെർഫ്യൂമിൻ്റെ മണമാണ് അതിൻ്റെ പേജസിന്. എന്നോട് ചേട്ടൻ മണം അത് അങ്ങനെ ഒരു ലവ് സ്റ്റോറി ആയതുകൊണ്ട് അവരങ്ങനെ ഇതൊക്കെ എന്നാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ട്രിഗണോമെട്രി. ഞാനത് കളർഫുള്ളായതുകൊണ്ടേ നമുക്കിങ്ങനെ പഠിക്കാൻ തോന്നും. അയ്യോ തോന്നിയാണ് ഇങ്ങനെ പരീക്ഷയ്ക്ക് തെറ്റിയിരിക്കുന്നത്. ഞാനൊന്നും പറയണില്ല അല്ലേ. സ്വന്തം തീരുമാനമായി പോയി ഇരിഞ്ഞാലക്കൂടെ പോയി കമ്പ്യൂട്ടർ സയൻസ് അവൾക്ക് പഠിക്കണമെന്ന്. ഇവിടെ അടുത്ത് സ്കൂൾ എടുക്കുക, വല്ല ആവശ്യമുണ്ട് അവിടെയൊക്കെ പോയി പഠിക്കേണ്ടത്? ഒരാവശ്യമില്ല. എൻ്റെ തീരുമാനമായതുകൊണ്ട് ഞാൻ ഈ വീട് കത്തിക്കുന്നില്ല. അമ്മയുടെ തീരുമാനമൊക്കെ ആണെങ്കിൽ ഞാനല്ലോ കത്തിച്ചാണ് ഞാനിവിടെ. അപ്പം നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. എല്ലാത്തും ഞം ഒരു കോൾഡ് കോഫി കുടിക്കാം ഗൈസ്. ഐസ് ഉണ്ടോ നോക്കട്ടെ. ഞാനില്ലേ ഇവിടെ. അമ്മ നടന്നോ, കുഴപ്പമില്ല. അമ്മയ്ക്ക് വേണോ ക്യാപ്പച്ചിനോ? ഇനി കുറച്ച് മെയിൻ ആവും. ഇന്ന് നമുക്ക് തിന്നാൻ ചിക്കൻ കറിയും പിന്നെ നെയ്ച്ചോറല്ലേ ഇത്? നെയ്ച്ചോറ് ഓർ പുലാവ് എന്ന് വേണമെങ്കിൽ വിളിക്കാം.
സോ ഇതാണ് ഇന്ന് തിന്നാൻ നല്ല സാധനമാണ്, കുറച്ച് നാളായിട്ട് ഭയങ്കര നല്ല സാധനങ്ങളാണ്. സോ അത് കാണിക്കാൻ വന്നതാണ്. ഓക്കെ ബൈ. പിന്നെ അവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. ഈ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് കാപ്പിച്ചിനോ ഉണ്ടാക്കാൻ. ഒരു കപ്പിൽ പാല് മാറ്റൊന്ന് ബ്രൂവിന് അധികം ചേർത്താൽ കുളവാകും, അതുകൊണ്ട് ഇത്ര ചേർക്കുന്നുള്ളൂ. മധുരമൽപ്പം ചേർക്കൂ. ഒരു മിനിറ്റ്, ഇച്ചിരി സമയം വേണം. ആരാ പറഞ്ഞെങ്കിൽ ചായ ഉണ്ടാക്കറിയില്ല. പിന്നെ മിക്സ് തുടങ്ങി കുറച്ച് പച്ചവെള്ളം കൂടി വെച്ച് മിക്സ് തുടങ്ങിയാൽ നമുക്ക് ക്യാപ്പിച്ചിനോ ആയി കിട്ടും. മധുരം മിക്സ് ചെയ്യാം. ഇത് പതയുന്ന വരെ അടിച്ചോണ്ടിരിക്കും. ഒരു മയവും ഗ്ലാസ് അങ്ങനെ കയ്യിൽ നിന്ന് പൊട്ടിയാൽ അമ്മ എനിക്ക് പൊട്ടിച്ചു. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഐസിൻ്റെ വാരിയിടാം. ജലദോഷം പറയുന്നുള്ളൂ. പിന്നെ ഇനിയും കുടിക്കും. അപ്പോൾ നമ്മളുടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഇപ്പം അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. സോ അമ്മയ്ക്കും ചേട്ടനും ഒഴിച്ചുള്ള ബാക്കിയുള്ള ബാറ്റ് വയ്ക്കണം. നമുക്കൊന്നും പൊടിക്കണം. പാത്രം പാലും വീണ് ഇവിടെ കുളവായി. ഞാൻ അമ്മയുടെ വായിലിരിക്കുന്ന ഫുള്ള് കേൾക്കേണ്ടി വരും. സോ ഞാൻ മര്യാദ പൂർവ്വം പാലെടുത്ത് നല്ല കുട്ടിയായി ഞാനിങ്ങനെ ഹായ് വാട്ടർഫാൾ ഉണ്ടാക്കി കഴിക്കും. അമ്മയ്ക്കും ചേട്ടനും ഇത്രയും പാലെടുക്കും. നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് ഇച്ചിരി വെള്ളം ചേർക്കണേക്ക് നല്ലതാണ്. ഞാൻ അങ്ങനെ ഇത്രയും മുറുക്ക് പാത്രം എടുത്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. അങ്ങനെ അവർ രണ്ട് ചായ, എൻ്റെ ക്യാപ്പച്ചിനോ. എനിക്ക് കോൾഡാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇത് കുടിക്കുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് പാലുണ്ടായിട്ടല്ല കേട്ടോ, ഇത് ഐസിട്ടുണ്ടെങ്കിൽ ഉണ്ടോ അധികം പാൽ കുടിക്കാൻ ഇഷ്ടമല്ല. സോ നമുക്കിതൊക്കെ അവർക്കൊണ്ട് കൊടുത്ത് വീണ്ടും പോയി പഠിക്കാനിരിക്കുകയാണെങ്കിൽ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകും. വി ക്യാൻ സ്പെൻഡ് എ കോഫി ടൈം. പകുതി ഞാൻ കുറിച്ച് തീർത്തു പണിയുടെ ഇതിൽ. അപ്പോൾ നമുക്കിത് കുറച്ച് കുടിക്കാം. ജസ്റ്റ് ഗുഡ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടല്ല, ഞാൻ ഉണ്ടാക്കുന്ന ഇപ്പം തന്നെ തൊണ്ടക്കിട്ട് ചത്താന്. എനിക്ക് ഞാൻ ഉണ്ടാക്കുന്ന കാപ്പിച്ചിനോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അവർക്കൊക്കെ കാപ്പി ഉണ്ടാക്കി കൊടുത്ത് കാപ്പിയൊക്കെ കുടിച്ച് ഞാൻ എൻ്റെ ലാസ്റ്റ് സ്റ്റഡീസ് സെക്ഷൻ തുടങ്ങി ഗൈസ്. മുടിയൊക്കെ കെട്ടി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ കെട്ടണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കെട്ടാൻ വരാറുള്ളൂ. അങ്ങനെ നമ്മളിനി പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി തന്നെയാണ്. കെമിസ്ട്രിയിലെ മറ്റേ തെർമോഡൈനാമിക്സ് ബാക്കി വലിയ ചാപ്റ്ററായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പഠിക്കാൻ തുടങ്ങുന്നത്. എന്നിട്ട് ഞാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ നോർമലി നമ്മുടെ ബലൂൺ വെച്ച് കുറേ നേരം കളിച്ചിട്ടൊക്കെയാണ് ഞാൻ തുടങ്ങിയത്. ഫസ്റ്റ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ സ്റ്റഡി സെക്ഷൻ കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഗോൾ കഴിഞ്ഞു. ഇത് ഞാൻ ഈ വീഡിയോ ഞാനത് വളരെ ലേറ്റായിട്ടായിരിക്കും. ഐ എം റിയലി സോറി, കാരണം എഡിറ്റ് ചെയ്യാൻ സമയമില്ല, അതാ. അപ്പോൾ എങ്ങനെയുണ്ട് ഇത് ഞാൻ തമ്പനയിലിന് വേണ്ടിയൊക്കെ എടുത്തേക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഇരിക്കുന്നതാണ്. കുറച്ച് നേരം ഞാൻ ബലൂൺ വെച്ചൊക്കെ കളിച്ചു. ഞാൻ പിന്നെ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുന്നതുകൊണ്ട് ഞാൻ ബലൂൺ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് റൂമിൽ കൊണ്ടിട്ടു. കാരണം ഇവിടെ ഇരുന്നാൽ ഞാൻ പെട്ടെന്ന് ബലൂൺ വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് നേരം കളിച്ച് എനിക്ക് മനസ്സിലായി ഇനി ഡിസ്ട്രാക്റ്റഡ് ആവുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ സാധനം മാറ്റി വെച്ചിട്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അന്ന് ആ പ്രാവശ്യം മൈക്ക് കണക്റ്റ് ആയിട്ടില്ല മര്യാദയ്ക്ക്, അതുകൊണ്ട് ഒന്നും കിട്ടില്ല. ഞാൻ എന്താ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയില്ല. സോ നമ്മൾ ബലൂൺ കളഞ്ഞ് പഠിക്കാൻ തുടങ്ങി. കെമിസ്ട്രി ഇന്ന് ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തത് 2 യൂണിറ്റ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അത് 6 മണി തൊട്ട് 8 മണി വരെയോ 9 മണി വരെ ഒരു ടൈമിൽ. ഇത് 2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചത് ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയും പോയി കഴിച്ചു. സുഖമായി കിടന്നുറങ്ങി. ലാസ്റ്റ് കിടക്കണമെങ്കിൽ റിവിഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ റിവിഷൻ ചെയ്തില്ല, കിടന്നുറങ്ങിപ്പോയി. പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടി പഠിച്ച് ഇപ്പോൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്റ്റഡി വ്ലോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതൽ ഇങ്ങനത്തെ സ്റ്റഡി വ്ലോഗ്സ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. Bye. Ta-ta. Thank you.